എന്തേ കാര്യം? ചന്ദ്രൻ സ്വാമി 10:30 സമാധിയാവുമെന്നാ പറഞ്ഞു. 5 മിനിറ്റും കൂടെ അല്ലേ ഉള്ളൂ. എന്ത് കഷ്ടോടെ നോക്കുന്നത്. ഞാൻ 2 മാസം കൂടി നീട്ടി കിട്ടിയിരുന്ന സൗകര്യമായിരുന്നേ. അതെന്താ? അല്ല, ഞാൻ ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ നിൽക്കുമ്പോൾ മുഴുവൻ ഞാൻ സ്വാമിയെ വന്ന് കണ്ട് അനുഗ്രഹം മേടിച്ചു കഴിഞ്ഞാൽ ഞാൻ വിജയിച്ചിട്ടേ ഉള്ളൂ. സ്വാമി പറഞ്ഞ അച്ചിട്ടതാ. ഇനിയിപ്പോൾ അടുത്ത മാസം ഇലക്ഷനാണ് വരുന്നത്. അടുത്ത ഇലക്ഷനിൽ എൻ്റെ കാര്യം എന്താവും എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. നീട്ടി കിട്ടാൻ വല്ല വഴിയുണ്ടോ? ഈ ജനങ്ങൾ മുഴുവൻ നിൽക്കുന്ന അതിന് വേണ്ടിയാവും. സ്വാമിയുടെ സമാധി ഒന്ന് നീട്ടി കിട്ടാൻ വേണ്ടി. ഹൈ, എന്താ സംബന്ധമാ നിങ്ങൾ പറയണേ? ഇന്നേ ദിവസം ഇത്ര നാഴിക ഇത്ര വിനാഴിക ചെന്നാൽ സമാധി ആവുമെന്ന് സ്വാമിക്ക് മുൻകൂട്ടി അറിയാം. എത്രയോ ലക്ഷം ഭക്തരുള്ള സ്വാമിജിയാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? എത്ര പേര് നന്മയിലേക്ക് നയിച്ച മനുഷ്യനാ. അദ്ദേഹത്തിന്റെ സമാധി നേരിട്ടൊന്ന് കാണണം. അതിനാ നോം വന്നത്. സ്വാമിയുടെ അവസാന നിമിഷങ്ങളിൽ അദ്ദേഹത്തോടൊപ്പം ചെലവഴിക്കാൻ വന്നിരിക്കുന്ന എല്ലാ ഈശ്വര വിശ്വാസികൾക്കും ഭക്തജനങ്ങൾക്കും നന്ദി. നിങ്ങൾ വന്ന വിവരം ഞാൻ സ്വാമിയെ അറിയിക്കാം. ആ കിണയുണ്ടോ? അത് കിണ എന്തോ? ആ കിണയില്ല, മറ്റേ സ്വാമി ആക്കണോ? ആക്കണല്ലേ ഞാൻ കാര്യമായിട്ട് ചോദിച്ചാ. സ്വാമി നീ തൊഴുത് പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ തൊഴയൊന്നും വേണ്ട, എന്നെ ബഹുമാനിക്കാൻ വേണ്ട. ഒരു കാര്യം പറയാം. ഇത് സമാധി ആവാൻ വേണ്ടി നിക്കണേ സ്വാമി. സമാധി ആര്? ഞങ്ങളുടെ സ്വാമി സമാധി ആവാൻ വേണ്ടി നിക്കണേ. ആണോ നിങ്ങൾക്ക്? എന്നെ മനസ്സിലായോ? എനിക്കറിയാം, താൻ നിരീശ്വരവാദി. നിരീശ്വരവാദി വിക്രമൻ അറിയാം. ഞങ്ങൾക്ക് അറിയാം. ഇവിടെ പഞ്ചായത്തിലെ മുഴുവൻ എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് നാണയില്ലേ ഈ സ്വാമീനൊക്കെ ഒന്ന് തൊഴുതോണ്ടിരിക്കാനായിട്ട്? വന്നിച്ചില്ലെങ്കിൽ നിന്ദിക്കാതിരിക്കുക. അതെ. അയ്യോ, ഈ പവിത്രമായ സ്ഥലത്ത് വന്ന് നടന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ഭയങ്കര മോശം. അയ്യോടാ, ഇത്ര ഭവ്യത വേണ്ട, ഇത്ര ഭവ്യത വേണ്ട, അത് ഓവറാ. അല്ല, തനിക്ക് എന്താണ് ഇവിടെ കാര്യം? എന്താണ് കാര്യം എന്നാ? എനിക്ക് 2 വർത്താനം പറയാണ്ട് പുള്ളിയോട്. നിങ്ങളെ ഇങ്ങനെ സമാധി ആകെ 5 മിനിറ്റേ ഉള്ളൂ. അതാകനും എനിക്ക് 2 വർത്താനം പറയണം. നിങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ വിശ്വസിപ്പിച്ച് കൊടക്കീഴിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് കുറെ ബിസിനസ് ഇതൊക്കെ. അല്ലാണ്ട് പിന്നെ ദൈവം ഉണ്ടെന്ന് പറഞ്ഞായിരിക്കണം നിങ്ങൾ. ദൈവമുണ്ട്. എവിടെയുണ്ട് ദൈവം? ദൈവം ഉള്ളത് കണ്ടിട്ടുണ്ടോ? സുഹൃത്തെ ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ ഇല്ലയോ? ദൈവത്തിനെ കാണാൻ പറ്റില്ല. നിങ്ങൾ വാട്സാപ്പിൽ ചാറ്റ് ചെയ്യാറുണ്ടോ? ദൈവം ഫേസ്ബുക്കിൽ വരാറുണ്ടോ? ദൈവം തൂണിലും തുരുമ്പിലും എല്ലാ ഇതിലും. ആ തുരുമ്പടിച്ച് അവിടെ ഇരിക്കുള്ളൂ, പുറത്തോട്ട് വരണം നേരിട്ട്. എവിടെ വ്യാപിച്ചില്ലേ, നേരിട്ട് മുഖത്തൊക്കെ സംസാരിക്കാൻ പഠിക്കണം. ദൈവം ഇല്ല, ദൈവം ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കാണാത്ത കാര്യത്തിന് ഞാൻ എന്തിനു പറയണം? നമ്മള് കണ്ട കാര്യമാണെങ്കിൽ ഓക്കെ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, കേരളത്തിന്റെ വൃക്ഷം എന്താണ്? തെങ്ങ് ആണല്ലേ? ഈ നമ്മൾ തെങ്ങ കയറി ഒരു തേങ്ങ ഇടണമെങ്കിൽ എത്ര കിലോമീറ്റർ കയറ്റക്കാരെ വെച്ച് കയറിക്കണം? 1 കിലോമീറ്റർ നീളത്തിലാണ് തെങ്ങ് നിൽക്കണം. എന്നാ ഈ പാവയ്ക്കും വെണ്ടയ്ക്കൊക്കെ താഴെയല്ലേ നിൽക്കുന്നത്? അതാണ് ദൈവത്തിന്റെ കഴിവ്. ആ ദൈവത്തിന്റെ ദൈവം അങ്ങനെയുള്ള നേരുള്ളവരാണെങ്കിൽ ഈ സാധനം കൊണ്ട് നിലത്ത് മുട്ടിച്ചു മുട്ടിച്ചു നോക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഇതിനകത്ത് തേങ്ങാനായിട്ട് കയറാനായിട്ട് മരമുണ്ട്. ഇത് ഈ മറ്റേ പാവയ്ക്ക വള്ളിക്കാൻ വള്ളിയാ. സുഹൃത്തെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ മനുഷ്യർ ജനിക്കുന്നു, ഈ പുള്ളി ഇരിക്കണ പോലെയാണ് നിങ്ങൾ ഇരിക്കുന്നത്. അല്ല, എല്ലാം ദൈവം ഒരേപോലെ സൃഷ്ടിക്കണമായിരുന്നു. കണ്ണ് കാണാൻ മേലാത്തവരുണ്ട്, കാത് കേൾക്കാൻ മേലാത്തവരുണ്ട്. അങ്ങനെ എത്രയോ ആൾക്കാരെ എന്തിനു വിഭിന്നമായിട്ട് നമ്മൾ സൃഷ്ടിക്കണം. എന്താണ് ഈ പറയണത്? ദൈവത്തിന്റെ സൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേപോലെ ആയിരിക്കണം. ഇവിടെ നേരം വിളിക്കുമ്പോ അമേരിക്ക പാതിരാത്രി. അത് ഭൂമി പ്രപഞ്ചം പ്രപഞ്ചത്തെ സൃഷ്ടിക്കണം. പ്രപഞ്ചം ഒരുപോലെ ആയിരിക്കണം. തോന്നിയ നിരീശ്വരവാദിയാ. എനിക്ക് ഈശ്വരനെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എവിടെ എന്ത് തുറന്നു പറയും. നിരീശ്വരവാദിക്ക് ഇവിടെ കാര്യം എന്താണെന്ന് പ്രേതത്തിലൊക്കെ പ്രേതത്തെ കാണണ്ടല്ലോ, വിശ്വസിക്കാമല്ലോ. ഞാൻ നോവലിലൂടെ ദൈവത്തെ കണ്ടിട്ടില്ല, പിന്നെ പ്രേതത്തെ കണ്ടിട്ടുണ്ടോ? പ്രേതത്തെ കാണണ്ട. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്റെ നോവൽ ഒഴിച്ചിട്ട് നിന്റെ കൊച്ചു മൂത്രം ഒഴിച്ചിട്ടില്ലേ? പേടിച്ചിട്ട്, പ്രേതത്തെ കണ്ട് പേടിച്ചിട്ട് നിന്റെ കൊച്ചു മൂത്രം ഒഴിച്ചിട്ടില്ലേ? അത് പിന്നെ അവള് മൂത്രം ഒഴിക്കാൻ മുട്ടിന്നപ്പോ ബുക്ക് വായിച്ചു. എന്തുകൊണ്ട് മുട്ടുന്നു? ഈ മുട്ടാൻ തോന്നുന്നത് പ്രേതമുള്ളത് കൊണ്ടാണ്. അതിന്റെ ആവാഹന ശൈലി വേറെയാണ്. എന്റെ മനുഷ്യ, നിങ്ങൾ ഒരു കാര്യം പറഞ്ഞു, നിങ്ങളെ മനുഷ്യാന്ന് എനിക്ക് വിളിക്കാൻ പറ്റില്ല. കാരണം ചെകുത്താന്റെ കൂട്ടമാണ്. നിരീശ്വരവാദി അല്ലല്ല, നിരീശ്വരവാദി എന്ന് വിളിച്ചു, എന്നെ മനുഷ്യാന്ന് വിളിക്കണ്ട. മനുഷ്യനാവൂല. മനുഷ്യനാവുമ്പോ ഒരേപോലെ ആയിരിക്കണം. അല്ലെങ്കിൽ ദൈവം എന്നാണ് സാധനം ഇവിടെ ഇല്ലെന്ന് ഞാൻ വിക്രമനാ പറയുന്നത്. വിക്രമൻ, നിന്റെ കൊച്ചു സൈക്കിളിൽ നിന്ന് വീണിട്ട് 108 ആംബുലൻസിലല്ലേ കൊണ്ടുപോയത്? അതെ. അല്ലാതെ ദൈവം വന്ന് എടുത്തോണ്ട് പോയില്ലല്ലോ, ആശുപത്രിയിലേക്ക് കൊണ്ടുപോയോ? ആ 108 ആംബുലൻസ് ഉണ്ടാക്കാനുള്ള ബുദ്ധി ആരാ കൊടുത്ത? മനുഷ്യൻ തന്നെ, ദൈവം കൊടുത്തതാ. അടിയാൻ വെച്ചേരും കേട്ടോ ദൈവത്തിന്റെ കേസ് പറഞ്ഞു. വിശ്വാസം നമ്മളിലാണ്. നമ്മളെങ്ങനെ നമ്മളായെന്ന് നമ്മൾ ഓർക്കണം. ഇതാണ് കവിത. സുഹൃത്തെ, ഒന്ന് ഇവിടെ ഞങ്ങൾ ആകെ വിഷമം. മണകുണാഞ്ചാകത്തുണ്ടെങ്കിൽ സമാധി ആയിക്കോട്ടെ. ഹലോ, ഞങ്ങളെ സ്വാമിനെ ഒന്ന് കണ്ടോട്ടെ. അല്ല, ഞാനൊന്ന് കാണാൻ വേണ്ടിയിരിക്കും.
താങ്കൾ ഇവിടെ ഇരുന്നോളൂ. ഇരിക്കണ അല്ല പിന്നെ എന്താ ഇത്? നിങ്ങളൊന്ന് ശാന്തരായിട്ടിരിക്കൂ. സ്വാമി ധ്യാനത്തിലാണ്, അദ്ദേഹത്തെ ശല്യപ്പെടുത്താതിരിക്കൂ. പഞ്ചായത്ത് മെമ്പർ ഹർഷം വന്നിട്ടുണ്ട്, ഒന്ന് കാണാൻ പറ്റുമോ ചോദിക്കാമോ സ്വാമിയോട്? അറിയിക്കാം. കർഷം കാണാൻ പോകണ്ട, അത്തേക്ക് കയറിപ്പോടാ. ആ ഇപ്പൊ തന്നെ വിളിക്കും. എടാ ഞാൻ പറയണമെന്ന് കേക്ക്, ഈശ്വരൻ എന്ന് പറയുന്ന സാധനം ഇല്ല. എടാ അങ്ങനെ എന്തുണ്ടായിരുന്നെങ്കിൽ ഈ സൃഷ്ടികൾ തന്നെ ഒന്ന് എടുത്തു നോക്കിയാൽ ഈ സമൂഹത്തില് ടൺ കണക്കിന് ഭാരമുള്ളതാണ് ആനയ്ക്ക്. എത്ര കാലുണ്ട് ആനയ്ക്ക്? 4 കാല്. 1 ഗ്രാം പോലും ഇല്ല. 8 കാല്. 8 കാലാണ് കൊടുത്തേക്കണത്. അട്ടയ്ക്ക് കണ്ണുണ്ടാ? കുതിരയ്ക്ക് കൊമ്പുണ്ടാ? എന്നാൽ യുദ്ധത്തിന് പോണ കുതിരയല്ലേ? എന്നാൽ കുതിരക്കല്ലേ കൊമ്പ് കൊടുക്കേണ്ടത്? പഞ്ചായത്ത് മെമ്പർ ഹർഷൻ ആരാണാവോ? അത് ഞാനാണാവോ? സ്വാമിജി അങ്ങയെ കാണാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. അതെന്താണാവോ? അറിയില്ലാവോ? അത് കൊള്ളാമല്ലോ. അല്ല ഭയങ്കര വിശ്വാസമായിരുന്നല്ലോ സ്വാമിയായിട്ട്. ചേകവടി ദേവസ്വം പ്രസിഡന്റ് ചക്രപാണി വന്നെന്ന് ഒന്ന് പറഞ്ഞോളൂ. ആയിക്കോട്ടെ. കാണാൻ ആഗ്രഹമുണ്ടേ. ഓ, നിങ്ങൾക്ക് സത്യം പറഞ്ഞ നാണാവില്ലേ ഈ ദൈവവിശ്വാസം കൊണ്ട് നടക്കാനായിട്ട്? ഈശ്വരൻ ഇല്ലെന്ന് ഞാനൊരു 10 പ്രാവശ്യം പറഞ്ഞല്ലേ, അതില്ല. നിങ്ങൾ വീട്ടിൽ പോകും. തമാശ പറഞ്ഞല്ലേ? നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാതെ വെച്ചാൽ നിങ്ങൾ ഉണ്ടാതിരിക്കുക. അല്ല എനിക്ക് വിശ്വാസമില്ല, ഞാൻ മിണ്ടൂല്ല. നിരീശ്വരവാദിക്ക് എന്തും പറയാല്ലേ. ചേകപടി ചക്രപാണിയെ കാണാൻ തിരുവടികൾക്ക് താല്പര്യമില്ല എന്ന് പറയാൻ. ഒയ്യോടാ ചമ്മിട്ടേ ആ മുഖം ഇരിക്കണോ എനിക്ക് താല്പര്യമില്ലെന്ന്. ഒരു കാര്യം ചെയ്യ്, നിരീശ്വരവാദിയായ കൊമ്മാടി വിക്രമൻ വന്നിട്ടുണ്ട്, ഒന്ന് കാണുമെന്ന് പറഞ്ഞോളൂ. നോമ ആദ്യം വന്നത് പൊന്നാനിയിൽ നിന്നും കരയോഗം പ്രസിഡന്റ് നാരായണൻ വന്നിരിക്കുന്നു പറഞ്ഞോളൂ. ആ ആയിക്കോട്ടെ. അപ്പൊ ഇത് രണ്ടും ഒന്ന് പറഞ്ഞോളൂ. ഓ ഇപ്പൊ തന്നെ വിളിക്കൂടാ. താനെന്തിനാ ഇവിടെ വന്നേക്കണത്? ഞാനും നിരീശ്വരവാദിയാണല്ലോ. പുള്ളി ഈശ്വരവാദി, നമുക്ക് അതിൽ പരാതിയില്ല. പക്ഷെ ഞങ്ങളെല്ലാരും ഈശ്വരവാദിയാ, താൻ മാത്രമേ ഉള്ളൂ. എന്നെ പോലെ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. ഞങ്ങൾ ഈ പുള്ളിയായിട്ട് ഞാൻ ഇടയ്ക്ക് വാഗ്വാദം ഉണ്ടാവും, മനസ്സിലായ? ഈ പുള്ളി പറഞ്ഞാൽ ഞാനിട്ട് പൊരുത്തപ്പെടുകയല്ല. പുള്ളി ഇപ്പൊ എന്തോ സമാധി അങ്ങനെ എന്തോ ആകാൻ പോയി. അത് ആകണതിന് മുമ്പ് പുള്ളിയുടെ മുഖത്ത് നോക്കി 2 വർത്താനം പറയണം എനിക്ക്. അത് പറഞ്ഞിട്ട് വിക്രമൻ ഇവിടുന്ന് പോവുള്ളൂ. ഈ പഞ്ചായത്ത് മെമ്പർ ഹർഷന്റെ സ്വഭാവം നിനക്ക് അറിയാൻ പാടില്ല. വർഷങ്ങളായിട്ട് അറിയാം ലോക തോൽവിയാണ്. ലോക തോൽവിയല്ല, ലോക ജയം. 3 പ്രാവശ്യം നിന്നിട്ട് ഞാൻ ജയിച്ചാ. സ്വാമിയെ കണ്ടിട്ട് അനുഗ്രഹം മേടിച്ചിട്ടാണോ ജയിച്ചത്? ആ സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ജയിച്ചത്. അതാണ് അന്ധവിശ്വാസം. അതാണ് അന്ധവിശ്വാസം. അന്ധവിശ്വാസം അതാണ് അന്ധവിശ്വാസം. അത് പാടില്ല. അതെ ഞാൻ പറഞ്ഞു. സംസാരിക്കണം നമ്മളെ വേണത്തല്ല. പൊന്നാനി നാരായണനെ കാണാൻ സ്വാമിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അയ്യോടാ ചമ്മല്ലേ. കുഴപ്പമില്ല, റിലാക്സ്. താനാണോ നിരീശ്വരവാദി വിക്രമൻ? ഞാൻ വിക്രമൻ. സ്വാമി അകത്തേക്ക് വിളിക്കുന്നുണ്ട്. എന്നെ? അതെ. അങ്ങനെ ഇരിക്കുന്നു. എന്നെ വിളിക്കണുണ്ടോ നീ? ഹർഷനാ മനസ്സിലായേ? സ്വാമി എന്നെ വിളിക്കണെന്ന്. ചെല്ലറാ ചെന്ന് വരട്ടെ ഞാൻ. ആവച്ചേ. ആ സ്വാമി അങ്ങയെ കാണാൻ വിക്രമൻ വന്നു അല്ലേ? വന്നു തെമ്മാടി. വാഗ്വാദങ്ങളിലും ഒക്കെ നമ്മള് കർക്കശമായിട്ട് നിന്ന് ശത്രുപക്ഷത്ത് നിന്ന് പോരാടിയവര്. അതങ്ങനല്ലേ പോരാടുള്ളൂ. ഞാൻ നിരീശ്വരവാദിയാണല്ലോ. ഈശ്വര വിശ്വാസമുള്ളവരെ പച്ചക്ക് ചീത്ത വിളിക്കുകയും തെറിവിളിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. അല്ല അത് വിളിക്കും, അതെന്റെ ഒരു സ്വഭാവമാണ്. പണ്ട് മുതലേ നമ്മൾ ഉടക്കിയാണ് പരിചയപ്പെട്ടത്. എന്താ ഇങ്ങനെ ഇരിക്കണം? എന്താ പരിപാടി ഉണ്ടല്ലോ? സാര നിമിഷങ്ങളിൽ ചില ആഗ്രഹങ്ങൾ. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ പുറത്ത് ഈ സ്വാമിജി എന്ന് പറഞ്ഞ താങ്കളെ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് ഭക്തജനങ്ങൾ, ഈശ്വര വിശ്വാസികൾ, കുറച്ച് ശിഷ്യന്മാരൊക്കെ വന്ന് നിൽപ്പുണ്ടല്ലോ. ഇപ്പം അവരൊക്കെ നിങ്ങളെ കാണുമെന്നും പറഞ്ഞാൽ വന്ന് നിൽക്കണതേ. അവരെയൊന്നും കാണാതെ എന്നെ തന്നെ ഇപ്പം അകത്തേക്ക് വിളിച്ചെന്തിനാ? ഞാൻ സമാധിയായാൽ എനിക്ക് സ്വർഗത്തിൽ ചെന്നാലും കാണാം. പക്ഷെ നിന്നെ കാണണമെങ്കിൽ ഞാൻ നരകത്തിൽ തന്നെ വരേണ്ടേ?